ഹായ് പെട്ടെന്ന് വീഡിയോ കൊണ്ട് വരുന്ന പറഞ്ഞിട്ട് പോയതാ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിക്കണ്ടല്ലോ എന്റെ പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ എത്ര ദിവസം കഴിഞ്ഞാന്നുള്ള കാര്യം. ഞാൻ ഇങ്ങനെ അല്ലാതെ പറയും പെട്ടെന്ന് വീഡിയോ ഇടൂ എന്നല്ല പറയൂ. പക്ഷെ പറച്ചില് മാത്രമല്ല എന്നെ കൊണ്ട് പറ്റുന്നില്ല. ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ അങ്ങനെ കഷ്ടപ്പെടുന്നുണ്ട് വീഡിയോ പെട്ടെന്ന് ഇടാൻ വേണ്ടിട്ട്. പക്ഷെ നടക്കുന്നില്ല. എന്തായാലും കുറച്ച് വീഡിയോ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഐശ്വര്യമായിട്ട് തുടങ്ങാം. ഓ ഇത് നമ്മളെ റൗഡി അല്ല കരടി. ഇയാള് പിന്നെയും വന്നാ? എന്താ പറ്റിയ മോനെ? അനക്ക് വന്ന് ഇയാൾ കഴിഞ്ഞ വീട്ടില് റൗഡി ആയിട്ട് പോയിട്ട് ആരോ കൈന്ന് അടിമയിച്ചിട്ട് വന്നു തോന്നുന്നു. ഇതാ തലക്കറി ഇതാ പ്ലാസ്റ്ററിൽ ഒട്ടിച്ചിക്ക്. ആരടാ മോനെ ഇന്ന് ഇങ്ങനെ അടിച്ചത്? അനക്ക് സങ്കടായോ? ഞാൻ പറഞ്ഞോ ചോദിക്കാന്? ബാക്കി കരഞ്ഞ തൂറ്. ക്രിസ്മസ് മുറിക്കുന്ന കത്തിനെ കൊണ്ടുപോയി ആത്മഹത്യ ചെയ്യുന്നു കഴുത്ത് മുറിച്ചിട്ട്. ഇല്ലേട്ടാ നമ്മക്ക് ഇതൊന്നും അറിയില്ല കേട്ടാ. ഈ ക്രിസ്മസ് മുറിക്കുന്ന കത്തി കൊണ്ട് കഴുത്ത് മുറിച്ചാ ചാവൂല എന്നുള്ള കാര്യം നമുക്ക് അറിയില്ല കേട്ടാ. പിള്ളേരെ പറ്റിക്കാൻ വേണ്ടിട്ട് ഓരോരുത്തരും ഓരോന്നും കൊണ്ട് ഇറങ്ങിക്കോളൂ. മുക്കി നല്ലോണം മുക്കി. ഞാൻ ഈ തീട്ട വർത്താനം പറയണ്ടെന്ന് വിചാരിച്ചിട്ട് മാന്യമായിട്ട് വീഡിയോ കാണുമ്പോ ഇമാതിരി സംഭവങ്ങൾ കാണിക്കുമ്പോ എന്റെ വായിൽ തീട്ട വർത്താനേ വരുള്ളൂ. ഉണ്ടാരെ ഈ വീഡിയോനെ മോണിറ്റൈസേഷൻ മിക്കവാറും കേട്ടാവും. എന്തിനാ മോനെ ഇങ്ങനെ കരയുന്നേ? കണ്ടിട്ട് അനക്ക് കരച്ചു പോയാട്ടായിരുന്നു എണീച്ചിട്ട്. വെറും 1605 കോടി രൂപ ഉണ്ടെങ്കിൽ 7 ബെഡ്റൂം പെന്റ് ഹൗസ് നിങ്ങൾക്ക് ഇവിടെ സ്വന്തമാക്കാം. ഏതാ പ്രോജക്ട് എന്നല്ലേ? 1600 കോടി ഉറുപ്പ്യോ? അതിന്റെ കൈമല ഒരു 10 ഉറുപ്പ്യ ഉണ്ട്. അതിനെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ബുഗാട്ടി റെസിഡൻസ് ബൈ ബിങ്കാട്ടി. ഈ ഒരു റെസിഡൻസ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഹാർട്ട് ഓഫ് ദുബായിലാണ്, അഥവാ ബിസിനസ് വേ. ഇതിന്റെ ഇൻട്രസ്റ്റിംഗ് പാർട്ട് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ബുഗാട്ടി കാർ നിങ്ങളുടെ അപ്പാർട്ട്മെന്റിൽ നിങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ പറ്റും. എന്റെ കൈമൽ ഈ തൊളയുള്ള ഒരു ഷഡ്ഡി മാത്രമേ ഉണ്ട്. ഇതാ താഴത്തെ കാർ പാർക്കിൽ ഒരു ആല് കെട്ടിയിട്ട് ആറിയിടാൻ പറ്റുമോ? 1600 കോടി. 1600 കോടിക്ക് എത്ര മുട്ട പപ്സ് എന്നിട്ട് ജീവിക്കാം? എത്ര കാലം ജീവിക്കാം? ഇവിടെ കക്കൂസ് ടാങ്ക് നിറഞ്ഞിട്ട് അത് കോരാൻ ആളെ വിളിക്കാൻ പൈസ ഇല്ല. അന്നേരം അവന്റെ ബിക്കാട്ടി പറഞ്ഞിട്ട് അവന്റെ ആകാശത്ത് ബിൽഡിംഗ് എടുക്കാൻ വന്നിട്ട് അത് വേറെ 1600 കോടി. 1600 കോടി. ഞാനും കൊണ്ട് ഒരു 10 ഉറുപ്പ്യ ഉണ്ട്. ഞാൻ ഇനിയിപ്പം പോയിട്ട് മുട്ട പപ്സ് വാങ്ങി തിന്നേണ്ട പരിപാടിയാ. അപ്പോൾ ഇതിന്റെ പ്രൈസിംഗ് അല്ല നിങ്ങൾക്ക് അറിയേണ്ടത്. 45 കോടി രൂപ മുതൽ 1605 കോടി രൂപ വരെയാണ് ഇതിന്റെ പ്രൈസിംഗ്. അത് നിങ്ങളെ കയ്യിൽ എടുക്കാനുണ്ടെങ്കിൽ ക്ലിക്ക് ദ ലിങ്ക് ഇൻ മൈ ബയോ. എന്റെ കയ്യിൽ കുറേ ഉണ്ട്, ഒരുപാടുണ്ട്. അതല്ലെങ്കിൽ ഈ ബുഗാട്ടി റെസിഡൻസ് ഓൺ ചെയ്യാൻ പറ്റിയ റിച്ച് ഫ്രണ്ട്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ അവരെ മെൻഷൻ ചെയ്യും. എന്റെ ഷഡ്ഡിക്ക് ഒരു തോളേ ഉള്ളൂ. ഇങ്ങനത്തെ 5 തോളുള്ള ഷഡ്ഡിയുള്ള ഫ്രണ്ട്സ് ഉണ്ട് എൻ്റെ അടുത്ത്. ഓരോ ഞാൻ മെൻഷൻ ചെയ്യട്ടെ. ഇതിനകത്ത് വേറെ ഇപ്പൊ എന്താക്കാനാ? റോഡിന്റെ സൈഡിൽ മഞ്ഞത്തീട്ടം. ഞാൻ ഈ തീട്ട വർത്താനം പറയണ്ടെന്ന് വിചാരിക്കും. പക്ഷെ എന്റെ മുമ്പിൽ കാണുന്ന ഇമാതിരി മഞ്ഞ കളറുള്ള സാധനങ്ങൾ പിന്നെ പറയാണ്ടിരിക്കാൻ പറ്റൂല. ഇവനെന്താ ഇത് മറ്റേ മഞ്ഞ പെയിന്റിൽ മുക്കിയെടുത്തത്? മൊത്തം മഞ്ഞാണല്ലോ. വണ്ടീന്റെ എല്ലാം മഞ്ഞ. ഇട്ടത് മഞ്ഞ, തൂറുന്നത് മഞ്ഞ, എല്ലാം മഞ്ഞ. ഇതെന്താ വണ്ടീന്റെ മുകളില് VIP? വാവ്, VIP അല്ലേ? ഇനി എന്റെ വായി വെറുതെ കക്കൂസാക്കണം. അല്ല കക്കൂസാകുന്നുണ്ട് വായി ഇന്നത്തെ കാണുമ്പോ. മോഡിഫൈ ഓഫ് ദി ഇയർ. അനക്ക് തന്നെ എടുത്തോണ്ട് പൊക്കോ. മഞ്ഞ പെയിന്റില് മുങ്ങിയ സാധനം. ഇതാരാ? ഇവിടെ ഓൾറെഡി കുറെ ആൾക്കാരെ കൊണ്ട് ഇവിടെ നമ്മൾ പൊരുതി മുട്ടിയിട്ടാള്. ഇതേതാ പുതിയ ആള്? ഇതെല്ലാം ഇടുന്ന കേരി വരുന്നേ. ക്യാമറയും തുറന്നിച്ച് ചിരിക്കുന്നു. എനിക്ക് എന്നാടാ പറ്റിയേ? ഒരു മിനിറ്റ്, ധാരാളൊന്നും അറിയില്ല. കമന്റ് ബോക്സ് ഒന്ന് നോക്കട്ടെ. ഇതെന്തേത്? ഏതോ സീരിയലിലുള്ള മറ്റേ ജിഫ്. ശരിക്കും കളിച്ച പോലെ തന്നെ ഉണ്ട് ആ ജിഫ് കാണുമ്പോൾ. വേറെ കമന്റ് നോക്കുന്നതാണെങ്കിൽ ക്യൂട്ട്നെസ് വാരി തൂറി. ഞാനൊന്നും പറയണ്ടല്ലോ, പൊക്കോ. ആ വൈക്കൂട്ടെ പോയിക്കോ. ഇനി പരിസരത്ത് കണ്ടുപോകരുത്, പൊക്കോ. ഇനി ഒരിക്കലും വാരി തൂറാ പേരത് ക്യൂട്ട്നെസ്. ഓന്റെ പൂതി മാറിയിട്ടുണ്ടോ? കമന്റ് ബോക്സ് അധികം ഞാൻ നോക്കുന്നില്ല. എന്റെ ഇത് യൂട്യൂബ് $1 പൈസ കിട്ടൂല. എല്ലാം തന്നെ ഈ തീട്ട വർത്താനം പറഞ്ഞിട്ട് എന്റെ എല്ലാ മോണിറ്റൈസേഷനും കട്ടായിട്ടുണ്ട്. വീഡിയോന്റെ ഇതും കൂടി കട്ടാൻ കഴിയില്ല. കഴിഞ്ഞ വർഷത്തിലെ ഞാൻ നിന്നോട് നിന്നെ കൊറേ അടിച്ചത് പിച്ചത് മതി. ക്ഷമിച്ചങ്ങ് കൊടുക്കേ.
അങ്ങനെ മനസ്സിൽ വെക്കണോ? ക്ഷമിച്ച് തരേണ്ട ആവശ്യമൊന്നുമില്ല. അതിന്റെ കയ്യിൽ പോണ നിനക്ക് കിട്ടുന്നത്. ചോദിച്ചു പോയവൻ ഒറിജിനൽ സ്വഭാവം നിന്റെ കയ്യിൽ പോണ കിപ്പിച്ചിട്ട് മാറില്ല കിട്ടുന്നത്. ശരി ശരിയാ. ഒരു മിനിറ്റ്, നമുക്ക് എന്റെ കമന്റ് ബോക്സ് ഒന്ന് നോക്കാം. കുസൃതി ചോദ്യം: പുതപ്പിനടിയിൽ 2 അണ്ടി. ഒന്നും പറയണ്ട, കാരണം ഇതിലൊന്നും പറയാനൊന്നും പറ്റത്തില്ല. ഇങ്ങനെ കാണാ. എന്താ ഉദ്ദേശിച്ചെന്ന് ഊഹിച്ച് മനസ്സിലാക്കിക്കോളാ. എന്നിട്ട് ചിരി വരുന്നുണ്ട്, ചിരിച്ചോളാ. വേറെ ഒന്നും പറയാനൊന്നും നിക്കരുത്. നമ്മളൊന്നും ചെയ്യാൻ നിക്കരുത്. ഉണ്ട്, അടുത്തൊന്നും കൂടി ഉണ്ട്. സംസാരിച്ചതൊക്കെ മതി, പോയി കോൽക്ക്. ചിരിക്കരുത്, എനിക്ക് ചിരിയൊന്നും വരുന്നില്ല. ഇതൊന്നും വലിയ കോമഡി ഒന്നുമല്ല, ഇതൊന്നും. ഇവനെന്താ ഇങ്ങനെ മറ്റേ അടിക്കാൻ നിന്നക്ക്? ഇവള് ഭയങ്കര റൊമാൻസ് ആയിട്ട് വരുന്ന സമയത്ത് ഇതാരും ഇത് ഏട്ടൻ അനിയനാണോ അല്ല ഇവന്റെ ഓളാണോ? ഈ എറിയാൻ അറിയുന്നവന്റെ അടുക്ക് വടി കൊടുക്കൂല എന്ന് പണ്ട് പറയുന്ന കേട്ടക്ക്. ഇപ്പൊ ഞാൻ ഇങ്ങനെ നേരിട്ട് കണ്ടു. ഒതം കുത്തി വെച്ച പോലെ ഓനിങ്ങനെ നിന്ന് കോളാടുന്ന്. ഒന്നും പറയില്ല. ഞാൻ മൊത്തി നോക്കി വെച്ചത് ഒരു ആറ്റം നമുക്ക് കൊടുക്കാൻ തോന്നുന്നു. ഡാസ്പെഷ നോക്കി. ഈ പ്രേമത്തിന് കണ്ണും മൂക്കും ഇല്ലാന്ന് ഞാൻ പറയുന്ന കേൾക്കാം. ഇതിപ്പോ ശരിക്കും കണ്ണും മൂക്കും ഇല്ല. എനിക്ക് നല്ലോണം അറിയാം കണ്ണും മൂക്കും ഇല്ല. മരിക്കാനായിക്ക് കുയിലേക്ക് കാല് നീട്ടി വെച്ചിരിക്കുന്ന ചന്തി കയറ്റി വെച്ചതാണോ ഇത്? അതിന്റെ ഉള്ളിൽ എന്താ നിറച്ചു വെച്ചിരിക്കുന്നത്? വലിയ ചന്തിയുള്ള ആൾക്കാരൊക്കെ കടത്തി വിട്ടിരിക്കുകയാണ് ഇപ്പോൾ. ഇവനെ തോപ്പിക്കാൻ പറ്റിയ ആളില്ലാന്ന് തോന്നുന്നുണ്ട്. ഞാൻ ഹണി റോസിനെ വിട്ട് ഞാൻ ഇവന്റെ ഫാനാ. അവന്റെ വണ്ടി പൊക്കോളം എടുത്തിട്ട് വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട്. ഏതെല്ലോ കുളത്തിൽ മേക്കപ്പെല്ലാം ഇട്ടിട്ട് പോയിട്ട് താറാവിനെ പോലെ ചാക്കിൽ കെട്ടിയിട്ട് അഭിനയിക്കുന്ന നോക്കിയാ എന്ത് മാത്രം കഷ്ടപ്പെടും. ഇത്രയും കഷ്ടപ്പെട്ട് എഫേർട്ട് ഇട്ടിട്ട് വീഡിയോ ചെയ്യുന്ന ആൾക്കാർ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാല് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് തോന്നുന്നു. എന്റെ കമന്റ് ബോക്സ് നോക്കട്ടെ എന്താ അവസ്ഥ. കമന്റ് നോക്കാൻ വന്ന എല്ലാരും കൂടി ഒരു ബക്കറ്റ് പിരിവ് നടത്തിയ കുളം അങ്ങ് നികത്തണം. കുളം മാത്രം നികത്തിയാ പോരാ, എല്ലാ അടക്കങ്ങ് നികത്തണം. പിന്നെ പുറത്തേക്ക് കയറുതാ താറാവ്, അവിടെ തന്നെ അങ്ങ് ഇരുന്ന് പോണം. അടുത്ത നോക്കട്ടെ. പൂറാവ് ബട്ടൺ. എടാ ആരെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്യടാ. എന്താണ് ഇത്? എല്ലാരും ഇങ്ങനെ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാടാ കുളത്തിലെല്ലാം പോയിട്ട് ഇങ്ങനെ പാമ്പെല്ലാം കടിച്ചിട്ടുണ്ടെങ്കിൽ അത്രക്ക് റിസ്ക് എടുത്തിട്ടാണ് അങ്ങനെ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് നിങ്ങൾ പറയുന്ന പറച്ചില ഇത് എത്രമാത്രം മാനസികമായിട്ട് തളർത്തുന്ന രീതിയിൽ നിങ്ങൾ പറയുന്നത്. ഫസ്റ്റ് ഹാഫ് ബോറിംഗ് ആയിരുന്നെങ്കിൽ സെക്കൻഡ് ഹാഫ് നല്ല ഹൈ ക്ലാസ് മൂഞ്ചലായിരിക്കുന്നു. ആത്മഹത്യ ചെയ്യാൻ നിൽക്കുന്നവർ മസ്റ്റ് വാച്ചാണ്. അത് ശരിയാ, ആത്മഹത്യ ചെയ്യാൻ നിൽക്കുന്നവർ ഇത് കാണും. എന്നാൽ നിങ്ങൾക്ക് തിരിച്ചൊരു വരവ് ഉണ്ടാവില്ല. അതോടെ അങ്ങനെ തന്നെ അങ്ങ് ആത്മഹത്യ ചെയ്യും ഉറപ്പായിട്ട്. അടാ ഈ മലയാളികൾ ഈ ബംഗാളികളെ പണിക്ക് വിളിച്ചിട്ട് തിന്നാൻ കൊടുക്കാത്തതാണോ എന്ന് എനിക്ക് അറിയത്തില്ല. ഓനക്ക് തിന്നാൻ അവനക്ക് മുളക് പൊടി ഇഞ്ചിയാണത്. പണിയെല്ലാം എടുത്ത് മൊത്തിക്കെല്ലാം ചളിയെല്ലാം കാണുന്നുണ്ട്. ബാക്കിൽ എടുക്കാത്തൊരു പൊരേന്റെ ഒരു ഇത് കാണുന്നുണ്ട്. തേക്കാത്ത ചുമര് കാണുന്നുണ്ട്. എന്തിനാ പൊന്നിമോനെ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഇഞ്ചിയും മുളകും തിന്നുന്നേ? എനിക്ക് എന്തിന്റെ സുഖേടാ? ഇത്ര കരഞ്ഞിട്ട് ഇൻ്റോട് ആരെ ഇഞ്ചിയും മുളകും മുക്കി തിന്നാ പറഞ്ഞത്? തിന്നിട്ട് തൂറ് ബഹിരാകാശത്ത് പോ, റോക്കറ്റ് പോലെ പോ. ഇതെല്ലാം തിന്നു കഴിഞ്ഞാൽ പിന്നെ കക്കൂസിലിരിക്കുമ്പോ പറക്കും. എനക്ക് അറിയാതെ ഇപ്പൊ പറന്നിട്ട് പോയെങ്കിലും പോ. അങ്ങനെയെങ്കിലും ഒന്ന് കുറച്ച് സമാധാനം കിട്ടട്ടെ മനുഷ്യന്മാർക്ക്. ഇഞ്ചി മുളക് തിന്ന് ആര് പറഞ്ഞിട്ട് തിന്നു? നമ്മളാരെങ്കിലും പറഞ്ഞിട്ട് തിന്നു? ഇത്ര കരറ്റ് എന്തിനിങ്ങനെ കഷ്ടപ്പെട്ടിട്ട് തിന്നണ്ട ആവശ്യോ? തിന്നാലുള്ള കുറെ സാധനം ഉണ്ടല്ലോ, അത് എടുത്ത് തിന്ന്. വൺ ഡേ യു ആൻഡ് മീ. ഓക്കെ
ആ VFX ഒന്നല്ലേ, ഒറിജിനല്. ഈ പോയ ബാണം ഇനി തിരിച്ചു വരരുതേ താഴത്തേക്ക്, അതേപോലെ അങ്ങനെ അങ്ങ് പൊക്കോട്ടാ. ബഹിരാകാശത്ത് പൊക്കോ. എലിവാണത്തിൽ കയറിയിട്ട് പോകുന്നു. വൺ ഡേ യു ആൻഡ് മീ. അത് ഉറപ്പാ, എന്തായാലും എലിവാണത്തിൽ പോകും. പൊക്കോ. തിരിച്ച് വന്ന് പുറത്ത് ഭൂമി കാലുകുത്തിട്ടുണ്ടെങ്കിൽ എന്റെ കാലിനെ അടിച്ചു മുറിക്കും. അപ്പൊ ഗൈസ്, ഇന്നത്തെ അവസ്ഥയല്ല ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ? എന്നും ഇതന്നെയാണ് അവസ്ഥ. എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളൊക്കെ ഉണ്ടാവുന്നൊക്കെ വിചാരിച്ചിട്ട് ഇന്ന് മാറും നാളെ മാറും എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലം ആരും ഒന്നും നന്നാകുന്നില്ല. കൂടാന്നല്ലാണ്ട് ആരും നന്നാകുന്നില്ല. അന്ന് ഞാൻ എന്റെ യൂട്യൂബ് ചാനൽ നിർത്തി പോകുന്നതായിരിക്കും. അപ്പൊ ഗൈസ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ നല്ല വീഡിയോസ് ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലേക്ക് അയച്ചു തരാം. ഈ വീഡിയോസിൽ എനിക്ക് കുറെ ആൾക്കാർ അയച്ചു തന്ന വീഡിയോസ് ആണ്. അതുപോലെ തന്നെ എന്നും ഇതുപോലത്തെ നല്ല വീഡിയോസ് ഉണ്ടെങ്കിൽ നല്ല വീഡിയോസ് ആണ്, ഞാൻ ഒരിക്കലും പറയില്ല. ഇതുപോലത്തെ കുക്കി ആകാശത്ത് കയറ്റാൻ പറ്റുന്ന വീഡിയോസ് ഉണ്ടെങ്കിൽ എന്റെ ഇൻസ്റ്റാഗ്രാമിലേക്ക് അയച്ചു തരാം. പിന്നെ അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.